നമ്മുടെ ലോകം, പ്രത്യേകിച്ച് ടെക്നോളജിയുടെ ലോകം, ശരിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഓയിലും സ്റ്റീലുമായിരുന്നു രാജാവെങ്കിൽ ഇനി ഭരിക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ മിനറൽസും പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമാണ്. അപ്പോൾ ഈയൊരു പുതിയ കളിയിൽ മേൽക്കൈ നേടാൻ ലോകരാജ്യങ്ങളെല്ലാം മത്സരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ടൊരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്താണ് ആ നീക്കം? അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ സംഭവം നടക്കുന്നത് 2026 ഫെബ്രുവരി 20-നാണ്. ഇന്ത്യ വളരെ നിർണായകമായൊരു പ്രഖ്യാപനം നടത്തി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാക്സ് സിലിക്ക എന്നൊരു പുതിയ ടെക് സഖ്യത്തിൽ നമ്മൾ ചേരുന്നുവെന്ന്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിലായിരുന്നു ഈ ഒരു വലിയ പ്രഖ്യാപനം വന്നത്. ഈ നീക്കത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഇത് വെറുമൊരു ഉടമ്പടിയല്ല, മറിച്ച് 21-ാം നൂറ്റാണ്ടിലെ സാമ്പത്തിക സാങ്കേതിക ക്രമത്തെ തന്നെ നിർവചിക്കാൻ പോകുന്ന ഒരു സഖ്യത്തിലേക്കാണ് ഇന്ത്യ വരുന്നതെന്നാണ്. അതായത് അത്രയും വലിയൊരു കാര്യമാണിത്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എന്താണ് ഈ പാക്സ് സിലിക്ക? എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? ശരി, നമുക്കതിലേക്ക് കടക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലുമൊക്കെയുള്ള സെമി കണ്ടക്ടറുകൾ, പിന്നെ നമ്മളെപ്പോഴും കേൾക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതൊക്കെ സുരക്ഷിതമായി ഉണ്ടാക്കാനും വിതരണം ചെയ്യാനുമുള്ള ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുക. അതാണ് പാക്സ് സിലിക്കയുടെ പ്രധാന ലക്ഷ്യം. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കയാണ്. ഒരു കാലത്ത്, അതായത് 20-ാം നൂറ്റാണ്ടിലൊക്കെ എണ്ണയെ ഉരുക്കുമായിരുന്നു ലോക സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ സ്ഥാനത്ത് സിലിക്കണും പിന്നെ ഈ പറയുന്ന ക്രിട്ടിക്കൽ മിനറൽസുമാണ്. ഈ ഒരു വലിയ മാറ്റമാണ് സത്യത്തിൽ പാക്സ് സിലിക്ക പോലുള്ള സഖ്യങ്ങളെ ഇത്രയധികം പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത്. ഈ സഖ്യം രൂപീകരിക്കുന്നത് 2025 ഡിസംബറിൽ വാഷിംഗ്ടണിൽ വെച്ചാണ്. ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ, UK അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രധാന രാജ്യങ്ങൾ ഇതിന്റെ സ്ഥാപകാംഗങ്ങളായിരുന്നു. തുടക്കത്തിൽ ഇന്ത്യ ഇതിൽ ഭാഗമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മളും ഈ ശക്തമായൊരു കൂട്ടായ്മയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ശരി, നമ്മൾ ഈ സഖ്യത്തിൽ ചേർന്നു. പക്ഷേ എന്തായിരിക്കും ഇന്ത്യയുടെ പങ്ക്? വെറുതെ ഒരു അംഗമായിരിക്കുകയാണോ? അല്ലേയല്ല. ഈ കൂട്ടായ്മയിൽ ഇന്ത്യ ഒരു പ്രധാന കണ്ണ് തന്നെയാണ്. ഇപ്പോൾ ഈ കാണുന്ന ചാർട്ടൊന്ന് നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ, അതായത് ഇന്ത്യ, ഇറക്കുമതി ചെയ്യുന്ന റെയർ എർത്ത് മിനറൽസിലെ അതിൽ 93% വരുന്നത് ഒരൊറ്റ രാജ്യത്തു നിന്നാണ്, ചൈനയിൽ നിന്ന്. അപ്പോൾ ഈയൊരു ആശ്രയത്വം കുറയ്ക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെയാണ് പാക്സ് സിലിക്കയുടെ പ്രാധാന്യം വരുന്നത്. ഈ സഖ്യം ആ ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. ഇതൊരു വലിയ തന്ത്രപരമായ നേട്ടം തന്നെയാണ്, സംശയമില്ല. അപ്പോൾ ഈ സഖ്യത്തിലേക്ക് ഇന്ത്യയുടെ സംഭാവന എന്തായിരിക്കും? പ്രധാനമായും 2 കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. 1, നമ്മുടെ രാജ്യത്തെ വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഒരു വലിയ കൂട്ടം. 2, ഇന്ത്യയിൽ ഇതുവരെ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ലാത്ത ക്രിട്ടിക്കൽ മിനറൽസിന്റെ വലിയൊരു ശേഖരം. ഈ 2 കാര്യങ്ങളും ഇന്ത്യയെ ഈ സഖ്യത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പങ്കാളിയാക്കി മാറ്റുന്നു. നമ്മൾ ഈ സഖ്യത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷെ സ്വാഭാവികമായും തിരിച്ച് ഇന്ത്യക്കെന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഈ സഹകരണത്തിലൂടെ ഇന്ത്യ നേടാൻ പോകുന്ന തന്ത്രപരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സഹകരണത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞതനുസരിച്ച് 10 പുതിയ ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ പ്ലാന്റുകൾ ഇന്ത്യയിൽ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലാണ്. ഇത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഉൽപ്പാദനത്തിന് കിട്ടാൻ പോകുന്ന ഒരു വലിയ ഉത്തേജനമാണ്. ഇത് വെറും സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിനേക്കാളൊക്കെ ഉപരിയായി ടെക്നോളജിയുടെ മൂല്യ ശൃംഖലയിൽ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡായ 2 നാനോമീറ്റർ ചിപ്പുകൾ നമ്മുടെ എഞ്ചിനീയർമാർ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലിരുന്ന് ഡിസൈൻ ചെയ്യുന്നു. ഇത് ടെക്നോളജി രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന വലിയൊരു കുതിച്ചുചാട്ടമാണ് കാണിക്കുന്നത്. ഈ മേഖലയിലുള്ള വളർച്ചയുടെ സാധ്യതകൾ എത്ര വലുതാണെന്ന് നോക്കൂ. വരും വർഷങ്ങളിൽ സെമി കണ്ടക്ടർ രംഗത്തു മാത്രം ഏകദേശം 10 ലക്ഷം, അതായത് 1 മില്യൺ വിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വലിയ അവസരം മുതലെടുക്കാൻ ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ഇനി ഈയൊരു അന്താരാഷ്ട്ര സഹകരണം നമ്മുടെ രാജ്യത്തിനകത്തുള്ള പദ്ധതികളുമായി എത്രത്തോളം ചേർന്നു പോകുന്നു എന്ന് നോക്കാം. ഇന്ത്യക്ക് സ്വന്തമായി ക്രിട്ടിക്കൽ മിനറൽ മിഷൻ, പിന്നെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്നൊക്കെ പറഞ്ഞ് വലിയ പദ്ധതികളുണ്ട്. അപ്പോൾ ഈ പാക്സ് സിലിക്കയിൽ ചേരുന്നത് വഴി ഈ മിഷനുകൾക്ക് വലിയൊരു ബൂസ്റ്റാണ് കിട്ടാൻ പോകുന്നത്. അവസാനം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് തന്നെ: ടെക്നോളജിയിൽ ഒരു സ്വാശ്രയത്വം. അതിലേക്കുള്ളൊരു വലിയ ചുവടുവയ്പ്പാണത്. ശരി, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വലിയ ചിത്രം, അതായത് ബിഗ് പിക്ചർ എന്താണെന്ന് നോക്കാം. ഇതൊരു സാധാരണ സഹകരണ കരാർ മാത്രമല്ല, മറിച്ച് ഇതിനപ്പുറം ഇന്ത്യയുടെ ഒരു ലക്ഷ്യപ്രഖ്യാപനം കൂടിയാണ്. ഈ നീക്കത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും നല്ല വാചകം ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും.
ഇതൊരു തന്ത്രപരമായ സഹകരണം എന്നതിലുപരി ലോകത്തിനു മുന്നിൽ ഇന്ത്യ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ്, അതായത് ഒരു ലക്ഷ്യപ്രഖ്യാപനമാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാന ആശയം ഇതാണ്: ആഗോള ടെക്നോളജി മത്സരത്തിൽ വെറുമൊരു കാഴ്ചക്കാരനായി മാറി നിൽക്കാൻ ഇന്ത്യ ഇനി തയ്യാറല്ല. മറിച്ച് ആ മത്സരത്തിന്റെ നിയമങ്ങൾ എഴുതുന്ന, അതിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ശക്തിയായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പണ്ട് ഓയിലായിരുന്നു ലോകത്തെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ഇനി അത് സിലിക്കണാണ്. സിലിക്കണാണ് പുതിയ ഓയിൽ. അങ്ങനെയുള്ളൊരു ലോകത്ത് ഇന്ത്യ കൂടി ഭാഗമായ ഈ പുതിയ സഖ്യം നമ്മുടെയൊക്കെ ടെക്നോളജി ഭാവിയെ എങ്ങനെയാവും മാറ്റിമറിക്കാൻ പോകുന്നത്? ഇതൊരു ചെറിയ ചോദ്യമല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.